സ്വകാര്യ നഴ്സിംഗ് കോളേജ് അഡ്മിഷനുകളിൽ പൂർണ്ണ നിയന്ത്രണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു. മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണം സർക്കാർ തീരുമാനിക്കും. സർക്കാർ ഉത്തരവിറങ്ങാതെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഇനി ഇടപെടാൻ കഴിയില്ല. സർക്കാർ സീറ്റിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയാൽ അത് അംഗീകരിക്കാനും പാടില്ല. നഴ്സിംഗ് മെറിറ്റ് സീറ്റ് അട്ടിമറി 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 24 ബിഗ് ഇമ്പാക്റ്റുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ഉമേഷ്, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും താങ്കൾ കൊണ്ടുവന്ന വാർത്തയാണ്. ആ വാർത്തയ്ക്ക് ഇങ്ങനെയൊരു നല്ല സുഖകരമായ ക്ലൈമാക്സ് ഉണ്ടാകുന്നു. സന്തോഷം, പറയൂ. ഗുഡ് ഈവനിങ് എസ്കേൻ. എന്തായാലും ഈ ഒരു ക്ലൈമാക്സ് ആദ്യം നമ്മൾ കൊണ്ടുവന്ന വാർത്തയിൽ മേഴ്സി കോളേജിന് അനുവദിച്ച 30 അധിക സീറ്റ് റദ്ദാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ഒരു ഇമ്പാക്റ്റ് വന്നതാണ്. എന്നാൽ അടുത്ത വർഷം മുതൽ ഇത്തരത്തിൽ സീറ്റ് മെറിറ്റ് തട്ടിപ്പോ സീറ്റിൽ ക്രമക്കേടുകളോ നടത്താൻ പാടില്ല എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അടുത്ത വർഷത്തെ അഡ്മിഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ പുതിയൊരു ഉത്തരവ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം നഴ്സിംഗ് അഡ്മിഷൻ്റെ പൂർണ്ണ നിയന്ത്രണം അത് സർക്കാരിലായിരിക്കും. നഴ്സിംഗ് കൗൺസിലിനോ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കോ ആരോഗ്യ സർവകലാശാലയ്ക്കോ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനാകില്ല. ഏതെങ്കിലും രീതിയിൽ മെറിറ്റ് തീരുമാനിക്കുന്നതും മെറിറ്റിൽ സീറ്റ് മെട്രിക്സ് തീരുമാനിക്കുന്നതും സർക്കാരായിരിക്കും. അതായത് സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ 50 പേർ അഡ്മിഷൻ അപേക്ഷിച്ചാൽ അതിൽ എത്ര മാനേജ്മെൻറ്റ് സീറ്റിന് എത്ര സീറ്റ് പോകണം, സർക്കാർ മേഖലയിലേക്ക് എത്ര സീറ്റ് വരണം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരായിരിക്കും. സർക്കാർ അതിൻ്റെ ഉത്തരവിറക്കിയാൽ മാത്രമേ അതിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഇടപെടാൻ കഴിയുകയുള്ളൂ. അത് വ്യക്തത വരുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും സർക്കാരിനല്ലാതെ മറ്റൊരു ഏജൻസിക്കും, അതായത് നഴ്സിംഗ് കൗൺസിലിനോ ആരോഗ്യ സർവകലാശാലയ്ക്കോ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കോ അഡ്മിഷൻ നടത്താനുള്ള അവസാന തീയതി നീട്ടി നൽകാനാകില്ല. അവസാന തീയതി തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അത് സർക്കാരിനായിരിക്കും. ഒപ്പം സാധാരണ ഓരോ നഴ്സിംഗ് കോളേജിനും 3 ഘട്ട പരിശോധനകളാണ് നടക്കുന്നത്. ഒന്ന് നഴ്സിംഗ് കൗൺസിലിൻ്റെ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ, ഒന്ന് ദേശീയ നഴ്സിംഗ് കൗൺസിലിൻ്റെ, മറ്റൊന്ന് ആരോഗ്യ സർവകലാശാലയുടെ. ഇവർ 3 പേരും വ്യത്യസ്തമായ രീതിയിൽ സീറ്റിന് അർഹരാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ 3 വ്യത്യസ്ത ഏജൻസികൾ 3 റിപ്പോർട്ടുകൾ നൽകിയാലും അതിൽ ഏറ്റവും കുറവ് സീറ്റായിരിക്കും അംഗീകരിക്കപ്പെടുക എന്നുള്ളതും വ്യക്തത വരുത്തിയിരിക്കുന്നു. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് മറ്റൊരു രീതിയിലുള്ള ഇടപെടലും നടത്താൻ കഴിയില്ല എന്നുള്ള വ്യക്തതയും വരുത്തിയിരിക്കുന്നു. അതുകൂടാതെ സാധാരണ എത്ര സീറ്റ് ഓരോ വർഷവും സീറ്റുകളുടെ എണ്ണം പുനഃക്രമീകരിക്കാറുണ്ട്. അത് എത്ര സീറ്റ് വേണമെന്നുള്ളത് പൂർണ്ണമായി അവിടുത്തെ കിടപ്പ് രോഗികൾ, അതായത് ഈ ഇൻസ്പെക്ഷൻ സമയത്തെ കിടപ്പ് രോഗികളുടെ എണ്ണം കണക്കാക്കി 3 രോഗികൾക്ക് ഒരു നഴ്സിംഗ് സീറ്റ് എന്ന നിലയിൽ മാത്രമായിരിക്കണമെന്നും വ്യക്തത വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന് പൂർണ്ണ നിയന്ത്രണം ഇതിലേക്ക് എടുക്കുന്നു. സർക്കാരിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് സർക്കാർ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഇടപെടാൻ കഴിയില്ല എന്നും ഈ സർക്കുലർ പറയുന്നു. ഇത് പൂർണ്ണമായി അടുത്ത വർഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ സ്വന്തം നിലയിൽ കോടതിയിലെല്ലാം പോയി സീറ്റ് വർദ്ധിപ്പിച്ചാൽ പോലും അതിന് സർക്കാർ സീറ്റ് മെട്രിക്സ് അനുവദിച്ചാൽ മാത്രമേ അഡ്മിഷൻ നടത്താൻ കഴിയൂ. സർക്കാർ സീറ്റിൽ, അതായത് സർക്കാർ മെറിറ്റിലെ കുട്ടികൾക്ക് അനുവദിച്ച് നൽകുന്ന സീറ്റിൽ മാനേജ്മെൻറ്റ് ഏതെങ്കിലും നിലയിൽ സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ സീറ്റിൽ പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തി ആ സീറ്റ് നിലനിൽക്കില്ല എന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യ സർവകലാശാലയ്ക്കും ഈ സർക്കുലറിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും വിശാലമായ ഒരു സർക്കുലറാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നു വന്നിരുന്ന എല്ലാ ക്രമക്കേടുകൾക്കും അവസാനം വരുത്തിക്കൊണ്ട് അതിന് വ്യക്തത വരുത്തിക്കൊണ്ട് ഉത്തരവ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അടുത്ത വർഷം മുതൽ ഇത്തവണ നടന്നതുപോലുള്ള ക്രമക്കേടുകൾ നടക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എസ് കെ എൻ.